നമ്മളെല്ലാവരും തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര പോയിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള ചില സ്ഥലങ്ങൾ മറ്റൊരു ലോകം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ പ്രവേശിക്കുന്ന നിമിഷം തന്നെ ഭൂമിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ലാത്ത രീതിയിൽ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫാന്റസി വേൾഡ് പോലെ ഫീൽ ചെയ്യുന്ന ചില സ്ഥലങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അത്തരത്തിലൊരു സ്ഥലത്തെ പറ്റിയിട്ടാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. മേഘങ്ങൾക്ക് മുകളിൽ ഭൂമി തന്നെ മുറിച്ചെടുത്തതുപോലെ തോന്നുന്ന ഒരു ഭീമൻ പാറമല, അതിനു മുകളില് വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലോകം. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം കാണപ്പെടുന്ന വളരെയധികം റെയർ ആയിട്ടുള്ള സസ്യങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങളും, അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏലിയൻസിനെ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള തവളകളും, അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് വൻ താഴ്ചയിലേക്ക് പോകുന്ന 100-ലധികം വരുന്ന വെള്ളച്ചാട്ടങ്ങളും തുടങ്ങി ഒരുപാട് വണ്ടർ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് ആ ഒരു ലോകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതാണ് മൗണ്ട് റൊറൈമ. വെനസ്വേല, ഗയാന, ബ്രസീൽ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചേർന്നിട്ടുള്ള പർവ്വത നിരകളിൽ ഒന്ന്. ചില ആളുകൾ ഇതിനെ കാലം മറന്നുപോയ ലോകമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലോക പ്രശസ്തമായിട്ടുള്ള ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന കഥയ്ക്ക് ഈ ഒരു സ്ഥലമാണ് പ്രചോദനമായിട്ടുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ ഒരു ലോകത്തെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു ലോകത്തിന്റെ മിസ്റ്ററീസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പരിശോധിക്കാം. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. മൗണ്ട് റൊറൈമയുടെ ഉയരം എന്ന് പറയുന്നത് 2810 മീറ്റർ ആണ്. പക്ഷെ ഈ ഒരു ഉയരമല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, മറിച്ച് വലിയ ഒരു കോട്ടയുടെ മതില് എന്നതുപോലെ 4 വശങ്ങളിലും ഭീമാകാരന്മാരായിട്ടുള്ള കുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ. ഇതിന് മുകൾ വശത്തായിട്ട് വലിയൊരു ലാൻഡ് സ്പേസ് തന്നെയുണ്ട്. ഈ ഒരു ലാൻഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് വേൾഡിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ഇത്തരം മലകളെ ടെപ്പോയി എന്നാണ് വിളിക്കാറുള്ളത്. അതായത് ആദിവാസി സമൂഹങ്ങളിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ പ്രാദേശിക ആദിവാസികളുടെ ഭാഷയിൽ ഇതിനർത്ഥം വരുന്നത് ദേവന്മാരുടെ മല എന്നായിരുന്നു. അതായത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു മലയെ ദേവന്മാരുടെ മല എന്ന് വിശേഷിപ്പിക്കുന്നത്? ഈ ഒരു വിശേഷണത്തോടു കൂടി തന്നെ അവർ ആ ഒരു മലയെ വളരെയധികം ഭയഭക്തിയോട് കൂടി തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തില് ദേവന്മാരുടെ മല എന്ന് പറയുന്ന ഒരു പേര് ആ ഒരു മലയ്ക്ക് കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ആ ഒരു മലയുടെ മുകളിലേക്ക് സാധാരണഗതിയിൽ ചെന്നപ്പെടാനായിട്ട് കഴിയില്ല. കാരണം അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് ആ ഒരു മലയുടെ മുകളിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്. മാത്രമല്ല അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ, അത്രയധികം ഡേഞ്ചറസ് ആയ രീതിയിൽ ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ ഒരു മല കയറുന്നത് പോലെ കയറാൻ പറ്റുന്ന ഒരു മലയായിരുന്നില്ല മൗണ്ട് റൊറൈമ എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇതിനെ ദേവന്മാരുടെ മല എന്ന് പറയുന്ന ഒരു വിശേഷണം കൊടുത്തിട്ട് ആദിവാസ സമൂഹങ്ങൾ ആചരിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ആ ഒരു മല സ്പെഷ്യൽ ആകുന്നത്. ഈ ഒരു മലയ്ക്ക് ഏകദേശം 2 ബില്യൺ വർഷത്തോളം പഴക്കമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 ബില്യൺ വർഷം എന്ന് പറയുമ്പോൾ ഡൈനോസറുകളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ച് ഇരുന്ന കാലത്തിന് മുൻപ്, അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം ഭൂമിയിൽ ഉണ്ടാവുന്നതിന് എത്രയോ കാലം മുൻപാണ് ഈ ഒരു പാറക്കെട്ടുകൾ ഭൂമിയിൽ നിലകൊണ്ടുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഈ ഒരു പാറക്കെട്ടുകളെ വളരെയധികം ഫേമസ് ആക്കി മാറ്റുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇത്രയധികം വർഷങ്ങളോളം ശക്തമായിട്ടുള്ള കാറ്റും മഴയും പാറക്കെട്ടുകളുടെ അല്ലെങ്കിൽ പാറകളുടെ അതിശക്തമായിട്ടുള്ള അടിച്ചുരയ്ക്കലും എല്ലാം കൊണ്ടിട്ട് രൂപപ്പെട്ടതാണ് ഇത്രയധികം ശക്തി കയറിയിട്ടുള്ള ഈ വലിയ പാറക്കെട്ടുകൾ. അങ്ങനെയാണ് മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ നമ്മുടെ ഈ ലോകത്ത് രൂപപ്പെടുന്നത്. എന്നാൽ ഇത് കേവലം പ്രകൃതിയുടെ മാസ്മരികത മാത്രമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും അതിപുരാതനമായിട്ടുള്ള ഒരു വലിയ ചരിത്രരേഖ കൂടിയാണ്. ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് സ്കൈ ഐലൻഡ് എന്നാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നെയിം ആ ഒരു പ്രദേശത്തിന് നൽകിയിട്ടുള്ളത്? കാരണം ഈ ഒരു മലയുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ദ്വീപ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡ് എന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കടലിലെ ദ്വീപ് എന്നതുപോലെ തന്നെ കരയുമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മൗണ്ട് റൊറൈമയുടെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത്. ഇതിനാൽ തന്നെ ഇവിടെയുള്ള ജീവികൾക്ക് താഴേക്ക് പോകാനോ
താഴെയുള്ള ജീവികൾക്ക് മുകളിലേക്ക് വരാനോ കഴിയുന്ന ഒരു പാത്ത് വേ ഈ ഒരു മൗണ്ടെയിനിലില്ല. അതിനാൽ തന്നെ വളരെയധികം അത്ഭുതകരമായ രീതിയിൽ അല്ലെങ്കിൽ അത്ഭുതകരമായ ഷേപ്പുകളുള്ള അത്ഭുതകരമായ കാഴ്ചയ്ക്ക് വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരുപാട് ജീവികൾ പരിണാമത്തിലൂടെ, വർഷങ്ങൾ നീണ്ട പരിണാമത്തിലൂടെ ഈ ഒരു മൗണ്ട് റൊറൈമയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ മാത്രം കാണപ്പെടുന്ന രീതിയിലുള്ള വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ആനിമൽസും മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ ഒരു ലാൻഡിനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെയുള്ള മണ്ണിന് പോഷക ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പൊ പോഷക ഗുണങ്ങൾ കുറവാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ സസ്യങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ സസ്യങ്ങളെ വളർത്താൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. അവിടെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മൗണ്ട് റൊറൈമയ്ക്ക് മുകളിലുള്ള സസ്യങ്ങൾ സാധാരണ ഭൂമിയിലെ സസ്യങ്ങളെ പോലെയുള്ള സസ്യങ്ങളല്ല. മറിച്ച് നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കാം കാർണിവോറസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ പറ്റിയിട്ട്. അതായത് മാംസഭോജികളായിട്ടുള്ള പ്ലാന്റ്സ്. അതെ, കേൾക്കുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ കാർണിവോറസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു പ്ലാന്റ് ഉള്ളതാണ്. ഇവ ഭക്ഷിക്കുന്നത് പ്രാണികളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓർഗാനിസംസ്, ചെറിയ ചെറിയ ജീവികളെയും പക്ഷികളെയും ഒക്കെയാണ്. ഇവയൊക്കെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ട് അവരിലേക്ക് വിളിച്ചു വരുത്തുകയും വരുന്ന സെക്കൻഡിൽ തന്നെ ആ ഒരു ഫ്ലവറിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ക്യാപ്പ് അടഞ്ഞു പോവുകയും പിന്നീട് ആ ജീവികളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്തിട്ട് വളരുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കാർണിവോറസ് എന്ന് പറയുന്നത്. നമ്മൾ പല സിനിമകളിലൂടെയും ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്ലാന്റ് കേവലം മിത്തും കാര്യങ്ങളും ഒന്നുമല്ല. ഈ ഒരു മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് മുകളിലായിട്ട് ഇന്നും ഈ ഒരു പ്ലാന്റിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ എപ്പോഴും തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന മൗണ്ട് റൊറൈമ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇതിന് ചുറ്റുമുള്ള റിവറുകളും ചെറിയ ചെറിയ കുളങ്ങളും ഒക്കെ എപ്പോഴും നിറഞ്ഞ ഒരവസ്ഥയിലായിരിക്കും കാണാൻ കഴിയുന്നത്. 1912 റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന നോവലില് ഈ ഒരു പ്രദേശത്തെ പറ്റിയിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡൈനോസറുകൾ ഉണ്ട് എന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിലായിരുന്നു അന്നത്തെ ആ ഒരു നോവലില് ഈ ഒരു പ്രദേശത്തെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു നോവൽ റിലീസ് ചെയ്തതോട് കൂടിയിട്ട് ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ ഒരു മലയ്ക്ക് മുകളിൽ യഥാർത്ഥത്തിൽ ഡൈനോസറുകൾ ഉണ്ട് എന്നായിരുന്നു പല ആളുകളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനു മുകളിൽ ഡൈനോസറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശാസ്ത്രലോകത്തിന് ഇന്നും കണ്ടെത്താൻ കഴിയാത്ത വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് ജീവികൾ ഈ ഒരു മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന മലയ്ക്ക് മുകളിൽ കാണപ്പെടാറുണ്ട്. പെമോൺ ആദിവാസികളുടെ വിശ്വാസപ്രകാരം അവർ ഈ ഒരു മലയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുണ്യഭൂമിയായിട്ടാണ്. അതായത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗേറ്റ് വേ ആയിട്ടാണ് ഈ ഒരു മലകളെ അവർ കാണാറുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് വളരെയധികം ഹെവൻലി ആയിട്ടുള്ള ഇതിന്റെ ഒരു ലുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസൻസ് തന്നെയാണ്. 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു പാറ ഇന്നും ഇത്രയും മനോഹരമായിട്ട് നിലനിൽക്കുന്നു എന്നത് തന്നെ നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ഇത്രയധികം ആദിവാസി സമൂഹങ്ങൾ ആരാധിക്കുകയും ദൈവതുല്യമായി കാണുകയും ചെയ്യുന്നത്. കൂടാതെ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസുകൾ ഇതിന് മുകളിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് 100-ലധികം വരുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഈ ഒരു മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ ഒരു ലാൻഡിന്റെ ഈ ഒരു പ്രദേശത്തായിട്ട് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരുപാട് സവിശേഷതകളാണ് ഈ ഒരു ലാൻഡിനെ ഇത്രയധികം സ്പെഷ്യൽ ആക്കുന്നതും വളരെയധികം മിസ്റ്റീരിയസ് ആക്കി മാറ്റുന്നതും. മനുഷ്യൻ തൊടാത്തതൊന്നും നശിക്കില്ല എന്നുള്ളതിന് ഒരു വലിയ എക്സാമ്പിൾ തന്നെയാണ് മൗണ്ട് റൊറൈമ എന്ന് പറയുന്ന ഈ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മല എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് അവിടേക്കുള്ള പ്രവേശനവും കാര്യങ്ങളും ഒക്കെ അലൗഡ് ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടേക്കുള്ള ഒരു പാത്ത് വേ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇന്ന് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടോ എന്നൊന്നും തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മൗണ്ട് റൊറൈമ എന്ന് പറയുന്നത് ഇന്നും ഭൂമിയിലെ ഏറ്റവും വലിയ വണ്ടറുകളിൽ ഒന്നായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സോ മൗണ്ട് റൊറൈമനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി സീ യു ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ. Until then, it's me, Jaswin from Secret Book, signing off.